സ്നേഹ, വലിയ തിരക്കായിരിക്കും ബ്രോഡ്വേയിൽ ഇന്നത്തെ ദിവസം. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? നല്ല തിരക്കുണ്ടോ? സന്ധ്യ, ഏത് ആഘോഷമുണ്ടായാലും കൊച്ചിക്കാര് ആദ്യം ഓടിയെത്തുന്നത് ബ്രോഡ്വേയിലേക്കായിരിക്കും. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷുവിൻ്റെ തലേദിവസമായ ഇന്ന്, അതായത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം എന്തോരം ആളുകളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ കാണാം. നിരവധി പേരാണ് ഇവിടെ കണിയൊരുക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വാങ്ങാനായിട്ട് എത്തിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ സൂചി പോലും കുത്താൻ അത്ര ഇടമില്ലാത്ത രീതിയിലാണ് ഇവിടെ ആളുകൾ സാധനങ്ങൾ വാങ്ങാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് കുറച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കണിയൊരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 150 രൂപയാണ് ഒരു പാത്രം പഴങ്ങൾക്ക് ഉള്ളത്. ചേട്ടാ, എങ്ങനെയാണ് ആളുകളൊക്കെ നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. തിരക്കുണ്ട്. എപ്പോൾ മുതൽ ആളുകൾ? രാവിലെ തൊട്ട് ആളാണ്, നല്ല തിരക്കാണ് രാവിലെ. നല്ല കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്തായാലും നല്ല കച്ചവടമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടൊന്നാണ് കണിക്കൊന്ന എന്നുള്ളത്. കഴിഞ്ഞ തവണയും കണിക്കൊന്ന, അതായത് ഈ കാലം തെറ്റി കണിക്കൊന്ന പൂത്തത് കൊണ്ട് നിരവധി പേരെ കണിക്കൊന്ന ചതിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കണിക്കൊന്നകൾക്കൊക്കെ ഡിമാൻഡ് കൂടിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇത്തവണ അത്രയ്ക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിലും കണിക്കൊന്ന ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും പൂത്തന്നെ നിൽപ്പുണ്ട്. കണിക്കൊന്ന വാങ്ങാനായിട്ട് ആളുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ചേട്ടാ, എവിടെ നിന്നാണ് ഈ കണിക്കൊന്ന കൊണ്ടുവരുന്നത്? ചേട്ടന് സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷെങ്കിലും കണിക്കൊന്ന വാങ്ങാനായിട്ട് ആള്. ചേട്ടൻ കണിക്കൊന്ന വാങ്ങാൻ എത്തിയതാണോ? അവിടെ എന്താ കണിക്കൊന്ന കിട്ടാറില്ല? കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ്. ഇതിപ്പോ ഒരു കെട്ടിന് 50 രൂപയാണ്. ചിലയിടങ്ങളിൽ അത് 100 രൂപയാണ്, ചിലയിടങ്ങളിൽ 50 രൂപയാണ് കണിക്കൊന്നയ്ക്ക് വില. പക്ഷെങ്കിലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷുവാണ്, സ്വാഭാവികമായിട്ടും. കൊച്ചിയിലെ വിഷു ആഘോഷം എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറയുകയായിരുന്നു, എല്ലായിടത്തും ഈ പടക്കം പൊട്ടിക്കുന്ന ഒരു രീതിയൊന്നും എല്ലായിടത്തും ഇല്ല. ഇപ്പോൾ കൊച്ചിയിൽ എങ്ങനെയാണ്? പടക്കത്തിന് വലിയ ഡിമാൻഡാണോ? പടക്കമൊക്കെ പൊട്ടിച്ചു തന്നെയാണോ കൊച്ചിക്കാർ ആഘോഷിക്കുന്നത്? സന്ധ്യ, പറഞ്ഞ പോലെ തന്നെ പടക്കത്തിനും വലിയ ഡിമാൻഡാണ് കൊച്ചിയിൽ. നിരവധി ഇടങ്ങളിൽ നമുക്ക് ഈ പടക്ക സ്റ്റാളുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആളുകൾ. ഈ ഓഫറിനൊക്കെ ഈ പടക്കം കൊടുക്കുന്ന കാഴ്ചകളും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പച്ചക്കറികളും അതുപോലെ തന്നെ കണിക്കൊന്നകൾ, ഈ സ്വീറ്റ്സുകളൊക്കെ വെക്കുന്ന സ്ഥലത്താണ്. പക്ഷേ എങ്കിലും നമുക്ക് വരുമ്പോൾ തന്നെ ഈ വഴിയോരങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിരവധി പടക്ക, അതായത് കടകളൊക്കെ തന്നെ. സ്നേഹമോൾ കച്ചവടം പൊടി പൊടിപൊടിക്കുകയാണ്. ഓണക്കാലം പോലെ തന്നെ വിഷുക്കാലവും ഒക്കെ കച്ചവടം മാർക്കറ്റുകളിൽ വലിയ ഇളക്കമുണ്ടാക്കുകയാണ്. കണികാണം നേരം ഇത് എന്തൊക്കെ ഒരുക്കണം എന്നുള്ളതിൻ്റെ അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് വിഷുവിൻ്റെ തലേ ദിവസവും കണിക്കൊന്നയും കണിവെള്ളരിയും ഉൾപ്പെടെ ഫലങ്ങളുമൊക്കെ വേഗത്തിൽ വീട്ടിലെത്തിക്കാനും അത് നല്ല മനോഹരമായി തയ്യാറാക്കാനും ഒക്കെയുള്ള ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ജോലിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ പല സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അവധി ആയതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാകുന്നില്ല. അതേസമയം തന്നെ ജോലിയൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇനി വൈകിട്ട് വേണം എല്ലാം ഒരുക്കാൻ. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് എല്ലായിടത്തും. ക്ഷേത്രങ്ങളിലും പ്രത്യേകമായ ഒരുക്കങ്ങളുണ്ട്.